ജനാധിപത്യത്തിന് നേരെ വീണ്ടും കടന്നാക്രമണം. ലോക്സഭയിലുണ്ടായ സുരക്ഷാ വീഴ്ച ഞെട്ടിക്കുന്നതാണ്. കുറ്റവാളികളും കൂട്ടുനിന്നവരും രക്ഷപ്പെടരുത്. 2001 പാർലമെന്റ് ഭീകരാക്രമണത്തിന്റെ വാർഷിക ദിനത്തിലാണ് സന്ദർശക ഗാലറിയിൽ നിന്ന് രണ്ടുപേർ എംപിമാരുടെ ഇരിപ്പിടങ്ങളിലേക്ക് ചാടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് എന്നതാണ് അതീവ ഗൗരവതരം. വലിയ അഭിമാനമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുതുതായി നിർമ്മിച്ച പാർലമെന്റ് മന്ദിരത്തിലാണ് ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായത് എന്നതും വലിയ ചർച്ചയായിരിക്കുന്നു. പാർലമെന്റിനകത്തും പുറത്തുമായി 6 പേരാണ് സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇതുവരെ തെളിഞ്ഞിരിക്കുന്നത്. ലോക്സഭയ്ക്കകത്ത് അതിക്രമം കാട്ടിയതിൽ ഒരാൾ BJP അംഗമായ കുടക് MP പ്രതാപ് സിൻഹയാണ് പാസ് അനുവദിക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നാണ് നാം അഭിമാനിക്കുന്നത്. അതീവ പവിത്രതയോടെ കാണുന്ന പാർലമെന്റിന് നേരെ ഉണ്ടാകുന്ന നിസ്സാര അതിക്രമം പോലും നമുക്ക് ക്ഷമിക്കാനാവില്ല. 2001 ഡിസംബർ 13 ഭീകരാക്രമണത്തിന്റെ മുറിവുകൾ ഇതുവരെയും മാഞ്ഞിട്ടില്ല. തുടർന്ന് എല്ലാ വർഷവും അന്നത്തെ ആക്രമണത്തിൽ ജീവൻ വെടിഞ്ഞവരെ ആദരിക്കാൻ രാജ്യം മറന്നിട്ടില്ല. ഇന്നലെയും പ്രധാനമന്ത്രിയും പാർലമെന്റ് അംഗങ്ങളും അന്നത്തെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 9 പേർക്കും ആദരാഞ്ജലി അർപ്പിച്ചു. 8 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒരു തോട്ടക്കാരനുമായിരുന്നു ഭീകരരുടെ തോക്കിനിരയായത്. 15 പേർക്കെങ്കിലും പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണം നടത്തിയ 5 ഭീകരരെ വകവരുത്തുകയും ചെയ്തു. പാക് ചാര സംഘടനയായ ISIയുടെ പിന്തുണയോടെയായിരുന്നു ഭീകരാക്രമണം എന്ന് തെളിഞ്ഞതാണ്. ലോകം മുഴുവൻ ഈ ഭീകരാക്രമണത്തെ അപലപിക്കുകയും ചെയ്തു. രാജ്യം ഇത്തരത്തിൽ ഗൗരവത്തിലെടുത്ത ഒരു സംഭവത്തിന്റെ വാർഷിക ദിനത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും സർക്കാരിനാണ്. മറ്റൊരു പരിഗണനകളുമില്ലാതെ കുറ്റക്കാരെയും അവർക്ക് ഒത്താശ ചെയ്തവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അവസരം കൂടിയാണിത്. സന്ദർശക ഗാലറിയിൽ നിന്ന് ആർക്കും ഹാളിലേക്ക് അനായാസം ചാടിയിറങ്ങാൻ കഴിയുമെന്നത് തീർച്ചയായും ശുഭകരമല്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സന്ദർശകരുടെ അടക്കം സുരക്ഷാ പരിശോധനയിൽ കാർക്കശ്യമുണ്ടാവുക എന്നതും. എന്നാൽ ഇതിന്റെ പേരിൽ സന്ദർശകരെ പാടെ വിലക്കുന്ന സമീപനം ഉണ്ടാവുകയും അരുത്. മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ വിലക്ക് ഏർപ്പെടുത്താനും ഇത് അവസരമായി മാറ്റരുത്. പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തിൽ സന്ദർശക ഗാലറിയിൽ ഇരുന്നവർ ക്രമരഹിതമായി പെരുമാറിയതും മുദ്രാവാക്യം വിളിച്ചതും സർക്കാർ ഗൗരവത്തിലെടുത്തിരുന്നില്ല. ഈ അവസരത്തിൽ അത് സംബന്ധിച്ച പരിശോധനകളും നടത്തണം. സന്ദർശനത്തിനെത്തുന്നവർക്ക് കർശന നിയന്ത്രണങ്ങളാണ് പാർലമെന്റിലും നിയമസഭകളിലുമുള്ളത്. അത് ലഘൂകരിച്ചാൽ ഫലം ദുരന്തമായിരിക്കുമെന്നാണ് ഇപ്പോഴത്തെ അതിക്രമം വെളിപ്പെടുത്തുന്നത്. സന്ദർശകർക്ക് പാസ് അനുവദിക്കുന്നതിന് ശുപാർശ നൽകുന്ന എംപിമാരും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് അടിവരയിടുന്നതാണ് ഇപ്പോഴത്തെ സംഭവം. ഏതെങ്കിലും നേതാക്കളുടെ ശുപാർശകളുമായി വരുന്നവർക്ക് കൃത്യമായ അന്വേഷണം നടത്താതെ സന്ദർശക പാസ് അനുവദിക്കുന്നതിന് ഇടപെടുന്നത് ഗൗരവമേറിയ വിഷയമാണെന്ന് സർക്കാർ ഉറപ്പാക്കണം. എംപിമാരെ കബളിപ്പിച്ച് ഏത് ക്രിമിനലിനും പാർലമെന്റിനുള്ളിൽ കയറാമെന്ന സ്ഥിതി ഉണ്ടാകരുത്. ഇക്കാര്യത്തിൽ ഭരണകക്ഷി എംപിമാർക്ക് പ്രത്യേക ഇളവുകൾ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ പിടിയിലായിരിക്കുന്നവരുടെ ലക്ഷ്യങ്ങളും ആസൂത്രണങ്ങളും വിശദമായി അന്വേഷിക്കണം. പാർലമെന്റിനകത്ത് അതിക്രമം കാട്ടിയവരെ എംപിമാർ തന്നെയാണ് കീഴടക്കിയത്. എന്നാൽ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് കളർ ഗ്യാസ് പൊട്ടിച്ച് പ്രതിഷേധിച്ചവരെ വളരെ ലാഘവത്തോടെയാണ് പോലീസ് പിടികൂടിയത്. പ്രകോപനമുണ്ടാക്കാതെ അവർ പോലീസിന്റെ കൂടെ പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അവരെ മുദ്രാവാക്യം വിളിക്കാൻ അടക്കം അനുവദിച്ചതും പരിശോധിക്കപ്പെടണം. ഇത്ര നിസ്സാരമായി ആർക്കും അതിക്രമം കാട്ടാൻ കഴിയുന്ന തരത്തിൽ സുരക്ഷയിൽ വിട്ടുവീഴ്ചയുണ്ടാകുന്നുവെന്നത് ഭീകരവാദികൾക്ക് പ്രചോദനമായി മാറിക്കൂടാ. സ്ത്രീ അടക്കം ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് അതിക്രമത്തിന് മുതിർന്നത് എന്നുള്ളതും സർക്കാർ ഗൗരവത്തിലെടുക്കണം. ഇവർ ഉയർത്തുന്ന ആവശ്യങ്ങൾ എന്തുതന്നെയായാലും അതിനുള്ള മാർഗം ഇത്തരത്തിലുള്ളതാവരുത്. ഇക്കാര്യങ്ങളിലെല്ലാം പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തുന്ന ആശങ്കകളും സർക്കാർ പരിഗണിക്കണം. ജനാധിപത്യത്തിന് നേരെയുള്ള കടന്നാക്രമണം തന്നെയാണ് പാർലമെന്റിനകത്തും പുറത്തും ഉണ്ടായിരിക്കുന്നത്. ആ നിലയ്ക്ക് തന്നെ വിഷയം കൈകാര്യം ചെയ്യപ്പെടണം. The editorial.